Hello viewers, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മൾ ഇതുവരെ ചെയ്തതാണ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പാനൽ കട്ട് കളക്ഷനുമായിട്ടാണ്. അതും ഫുൾ സ്ലീവിലാണ്. നിങ്ങൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ നേരെ നമുക്ക് ആ ഒരു കുർത്തീസിന്റെയൊക്കെ ക്ലോസ് ഓഫ് വ്യൂയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ രണ്ട് കളേഴ്സ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള രണ്ട് ഷെയ്ഡ്സ് ആണ്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്ന യോക്കാണ്. ശരിക്കും യോക്കിൽ നല്ല ഭംഗിയിലും നല്ല തിക്കാക്കിയിട്ടും കട്ട് ബീഡ്സും അതോടൊപ്പം തന്നെ മിറേഴ്സും സ്വീക്വൻസും യൂസ് ചെയ്തിട്ടാണ് രണ്ടിലും വർക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. നെക്ക് നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ യോക്ക് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഇതുപോലെ തന്നെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടാണ്. ഇതാണ് നമ്മുടെ പ്രിന്റിന്റെ ക്ലോസ് വ്യൂ ഇട്ടത്. അജ്രക് അല്ല, പക്ഷെ നല്ല ഭംഗിയുള്ളൊരു പ്രിന്റാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. രണ്ട് ഷെയ്ഡ്സ് ആണുള്ളത്. ഇത് രണ്ടുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. നമ്മൾ എപ്പോഴും കിട്ടുന്നതിന് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇത്തവണ നിങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു പാറ്റേൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു കുർത്തിൻ്റെ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഒരു സിൽക്ക് ടൈപ്പിലുള്ള ഫാബ്രിക് ആണ്. നല്ല ഭംഗിയുള്ളൊരു പ്രിന്റുമാണ്. ഈ ഒരു കുർത്തിൻ്റെ സ്ലീവ് എന്ന് പറയുന്നത് ഫുൾ സ്ലീവ് ആണ് വരുന്നത്. സ്ലീവിന് എൻ പാർട്ടിലായിട്ട് ഒരു മൊഡാൽ സിൽക്കിൽ വന്നിട്ടുള്ളൊരു എന്താ പറയുക ബോർഡറാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. യോക്കിലും അതുപോലെ തന്നെയാണ് വരുന്നത്. പിന്നെ പൈപ്പിംഗ് കൊണ്ടിട്ടാണ് ഈ ഒരു യോക്ക് പോർഷൻ സെപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ യോക്കിൻ്റെ കാര്യം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നല്ല തിക്കാക്കിയിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. മെയിൻലി നല്ല ഭംഗിയുള്ള ബ്ലാക്ക് കട്ട് ബീഡ്സ്, വീക്കൻസ്, മിറേഴ്സും കൂടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നെക്ക് നല്ല ഭംഗി, നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഇറങ്ങിയിട്ടില്ല, എന്നാൽ കയറിയിട്ടില്ല. ആ ഒരു മീഡിയം രീതിയിലാണ് നെക്കും ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാണ് നമ്മുടെ പാനൽ കട്ട് കുർത്തിൻ്റെ ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു പാനൽ കട്ടിൻ്റെ പ്രത്യേകത ചെറിയ പീസ് ഇതുപോലെ ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു കുർത്തി നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു കുർത്തി ഫുള്ളി ലോക്ക് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒതുങ്ങി കിടക്കും. ഒരുപാട് പേര് ഇതൊക്കെ കാണുമ്പോൾ പറയില്ല ഇതൊന്നും വേറെയല്ല, നല്ല വണ്ണം തോന്നിക്കുന്നു. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ ഉറപ്പായിട്ട് ഒരു തവണ ഇത് ട്രൈ ചെയ്ത് നോക്കണം. അത്ര ഭംഗിയാണ്. ഞാൻ വേറെ ഇരിക്കുന്ന സൈസ് മീഡിയം ആണ്. എനിക്കിത് അല്പം ലൂസുള്ള സൈസാണ്. പക്ഷെ എന്തായാലും എനിക്ക് ഇടാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഈ ഒരു കളർ കോംബോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നത്. നമുക്ക് അടുത്ത കളർ കോംബോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കളർ കോംബോ എന്ന് പറയുന്നത്. രണ്ട് ഷെയ്ഡ്സ് ആണ് കേട്ടോ. രണ്ടും ബെസ്റ്റാണ്. ഏത് പിക്കണമെന്ന് വെച്ചാൽ രണ്ട് വേണം തോന്നുന്നു. അത്ര ഭംഗിയാണ് കാണാൻ. ഈ ഒരു യോക്ക് പോർഷനാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. യോക്കിൽ പൈപ്പിംഗ് കൊണ്ടിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ യോക്ക് നല്ല പോലെ തന്നെ തിക്കാക്കി കട്ട് ബീഡ്സും നമ്മുടെ മിറേഴ്സും അതോടൊപ്പം തന്നെ സ്വീക്വൻസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ മിറേഴ്സും തന്നെ ശരിക്കും റിയൽ മിറേഴ്സ് ആണ്. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഫോയിലാണോ എന്നൊക്കെ. ഇല്ല, പക്ഷെ ശരിക്കും മിറേഴ്സ് തന്നെയാണ്. ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. അടിപൊളി കളേഴ്സ് ആണ്. രണ്ടും ബെസ്റ്റാണ്. അത്ര ഭംഗിയാണ് നേരിട്ട് കാണാൻ. എനിക്ക് പേഴ്സണലി അത്രയധികം ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ പറയുന്നത് കേട്ടോ. പിന്നെ കുറച്ച് പേരൊക്കെ പറയും ഭയങ്കര ഇതാണ് സ്വന്തം പ്രോഡക്റ്റും തന്നെ എപ്പോഴും ഇഷ്ടമായെന്ന് പറയുന്നത്. ശരിക്കും എനിക്ക് പേഴ്സണലി അത്രയധികം ഇഷ്ടമായി. എനിക്കത് പറയാതിരിക്കാനായിട്ട് പറ്റുന്നില്ല, അതുകൊണ്ടാണ്. പക്ഷെ ചില ഐറ്റംസിന് ഞാൻ അങ്ങനെ ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞിട്ട് പറയാറില്ല. പക്ഷെ ഇതൊക്കെ എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ സ്ലീവ് എന്ന് പറയുന്നത്. ഫുൾ സ്ലീവ് ആണ് വരുന്നത്. സ്ലീവിന് എൻ പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ യോക്കിൻ്റെ സെയിം പാച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ യോക്കിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. എന്താ പറയുക പൈപ്പിംഗ് കൊണ്ടിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. യോക്കിൽ കൊടുത്തിട്ടുള്ള മൊഡാൽ സിൽക്കാണ്. അതിൽ മെയിൻലി കട്ട് ബീഡ്സും മിറേഴ്സും സ്വീക്വൻസും ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ പാനൽ കട്ടിൻ്റെ ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. കിഡിലുമാണ്. ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് ആണ്. അതോടൊപ്പം തന്നെ ചെറിയ പീസ് ജോയിൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. 18 പീസ് പാനൽ കട്ടാണ് നമ്മുടേത്. അപ്പോൾ ഈ ഒരു പാനൽ കട്ട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഫ്ലെയർ ഇത്രയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തി കളക്ഷൻസ് എന്ന് പറയുന്നത്. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അജ്രക്കിൻ്റെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിന്റും കളക്ഷൻസും ഒക്കെ കാണിക്കാമെന്ന്. ഇത് അതുപോലെ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഈ ഒരു കുർത്തി കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് സ്മോൾ മുതൽ XXL വരെയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ കമന്റിൽ ഒരുപാട് മോശം കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒറ്റ വീഡിയോയിൽ നിങ്ങൾ ചുമ്മാ ഒരു പാറ്റേൺ തന്നെ അതിൻ്റെ ഒരുപാട് കളേഴ്സ് കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ശരിക്കും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെന്യൂൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ വീഡിയോസിലിടുന്ന 100% അല്ലെങ്കിൽ ഒരു 98% നമ്മുടെ തന്നെ ഓൺ പ്രൊഡക്ഷനിലുള്ള കുർത്തീസാണ്. അപ്പം നമ്മൾ ഡെയിലി ഓരോരോ പാറ്റേൺസ് നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്ന ശരിക്കും പറഞ്ഞാൽ അത്രയധികം കഷ്ടപ്പെട്ടിട്ടാണ്. എന്നുവെച്ചാൽ ഡെയിലി ഓരോരോ കളക്ഷൻസ്. അപ്പം നമുക്ക് ഒരു വീഡിയോയിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല.
ശരിക്കും റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആയതുകൊണ്ടാണ് നമുക്ക് അത്രയധികം കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ പുറത്തു നിന്നൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുവാണെങ്കിൽ നമുക്ക് വെറുതെ പൈസ കൊടുക്കുക, അവരുടെ സാധനം മേടിക്കുക, നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുക. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഇരുന്ന് വരച്ച് നമ്മൾ അത്രയും ഡിസൈൻ ചെയ്ത് ഇങ്ങനെയൊക്കെ പെയർ ചെയ്ത് അങ്ങനെയൊക്കെ നമ്മൾ സെലക്റ്റീവായിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് ഒരു വീഡിയോയിൽ ഇത്ര കളക്ഷൻസ് കാണിക്കാനായിട്ട് തന്നെ പറ്റുന്നത്. പിന്നെ ഒരുപാട് പേര് മൊഡൽ സിൽക്കിൻ്റെ ഷോളിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോളിൻ്റെ വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് മൊഡലിൻ്റെ സാരീസ് അങ്ങനെയൊക്കെ ഒത്തിരി കളക്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഉടനെ തന്നെ വഴി എന്നെ കാണിക്കുന്നതായിരിക്കും. പിന്നെ വെബ്സൈറ്റിൻ്റെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടി എടുക്കും. ഞാൻ നിങ്ങളുടെ അടുത്ത് ശരിക്കും വെബ്സൈറ്റിൻ്റെ കാര്യം പറയാത്ത എനിക്ക് പിന്നെയും ഇങ്ങനെ ഒരു നീണ്ടുപോയതുകൊണ്ടാണ്. ചിലപ്പോൾ ഈ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും പേയ്മെൻറ്റ് ഗേറ്റ് വേൻ്റെ ആ ഒരു റെസ്ട്രിക്ഷൻ ഇപ്പോൾ ഉണ്ടായതിനെ പറ്റിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അത് ഉറപ്പായിട്ട് ഉടനെ തന്നെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ശരിക്കും അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലവേദന കുറഞ്ഞു, മീൻസ് കസ്റ്റമർ കംപ്ലയിൻസ് ഒരു 90% കുറയും. ഇപ്പോഴത്തെ കംപ്ലയിൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറ്റ് ഇത്രയും കൂടുതലാണ്, റിപ്ലൈ ഇട്ടാൽ ലേറ്റ് ആവുന്നതാണ്. പക്ഷെ എന്നാലും ഒരു 90% നമ്മൾ സോൾഡ് ഔട്ട് പറയുന്നില്ല, കാരണം നമ്മുടെ പ്രൊഡക്ഷൻ പിന്നെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിതൊക്കെ മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.